ഹേയ് ഗൈസ്, അപ്പൊ ഇന്നത്തെ പരിപാടി നോക്കിയാലോ ഗൈസ്. അങ്ങനെ തൃശ്ശൂരിലെ ആ ഭീകര പ്രതിമനെ ഞാൻ കണ്ടിരിക്കുന്നു നോക്കൂ ഗൈസ്. ഹേയ് ഗൈസ്, ഓട്ടമില്ല ഗൈസ്, ഓട്ടമില്ല. ഒരാൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ പോവാട്ടോ. 5.25 മണിക്കൂറായിട്ട് 265 രൂപ അവസ്ഥ. അതുകൊണ്ട് ഡെന്നിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു ഗൈസ്. ഏയ് ഒന്നുകൂടി, ഇവനെല്ലാം സ്ലോയാ. ഞാനിപ്പോൾ നിൽക്കുന്നേ നമ്മുടെ പൂങ്കുന്നത്തുള്ള ചിക്കിങ്ങില്ലേ, അവിടെയാണ് കേട്ടോ. ജോബ് വാക്കൻസി ഉണ്ട് കേട്ടോ. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഉണ്ട്. ഗേൾസിന് അക്കോമഡേഷൻ ഉണ്ടാവില്ല, പക്ഷേ അവരതിനുള്ള പൈസ കൊടുക്കുന്ന പറഞ്ഞത്, വേറെ അക്കോമഡേഷനുള്ള പൈസ കൊടുക്കുന്ന പറഞ്ഞത്. താല്പര്യമുള്ള ആൾക്കാർ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. തൃശ്ശൂരിലെ ഡെലിവറി പാർട്ട്നേഴ്സിന് ഒരു ഡൗട്ട്, എനിക്ക് മാത്രം സ്വീകാർ കൂടുതൽ പൈസ കൂട്ടി വരുന്നുണ്ടെന്ന്. എനിക്ക് 7 മണിക്കൂറിൽ 348 രൂപ കേട്ടോ. ഞാൻ 11 മണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇത്ര നേരമായിട്ട് 9 മണിക്കൂറിൽ 635 രൂപ എനിക്ക് ആയിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ നോക്കിയേ, 10.5 മണിക്കൂർ 807 രൂപ. 12:45 ഞാനിപ്പോൾ ഓട്ടം നിർത്തിയിട്ടാണ് ഗൈസ്. അപ്പം ഞാൻ ഓടിയിട്ടേ ഒരു 4 മണി 5 മണി ഒരു സമയത്ത് കാലത്ത് 11 മണിക്ക് ഇറങ്ങിയതാണ്. 4 മണി 5 മണിക്ക് ആയപ്പോഴേ ഞാൻ 2-3 മണിക്കൂർ ബ്രേക്ക് എടുത്തായിരുന്നു വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. നമ്മളൊക്കെ ഈ ഒരു സമയം കൊണ്ടാണ് ഈ 1000 രൂപ 1500 ഒക്കെ മുട്ടിക്കുന്നത് തന്നെ. 2 സ്വീക്കാർ നമുക്ക് സെപ്പറേറ്റ് തിന്നാൻ വേണ്ടി തരുന്നില്ല എത്ര രൂപ. 2 മണി 3 മണി വരെയൊക്കെ നിന്നിട്ട് തന്നെയാണ് 1500 രൂപയൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ പോകുന്നത്. കാലത്ത് ഇറങ്ങിയിട്ട് 10 മണി 11 മണി സമയത്ത് ഇറങ്ങിയിട്ട്. ഞങ്ങളത് ആദ്യം മനസ്സിലാവും. കുറേ എണ്ണം തന്നെ നോട്ടിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ വെച്ചതിനോണ്ട് ഒരു പ്രശ്നമില്ല, പക്ഷെ അവരൊക്കെ പറഞ്ഞു നടക്കുന്നത് എന്തിനാണ്, സ്വീകാരം എനിക്ക് സെപ്പറേറ്റ് തിന്നാൻ തരണമെന്ന്. ഇത്രയും രൂപ അവർക്കൊന്നും 1500 കിട്ടണില്ല, എനിക്ക് സെപ്പറേറ്റ് പേയ്മെൻറ്റ് തരണമെന്ന്. സെപ്പറേറ്റ് പേയ്മെൻറ്റ് തരാനായിട്ട് ഞാൻ എന്താ അവർ കുഞ്ഞമ്മടെ മോനില്ലേ എന്തെന്നാ പറയുന്നൊക്കെ. എന്തുട്ടായാലും അടുത്ത വീഡിയോയിൽ കാണാട്ടെ. ബൈ.